പ്രവചനാതീതമാണ് 2020 ക്രിക്കറ്റും അതിലെ താരങ്ങളും, പ്രത്യേകിച്ച് IPLന്റെ കാര്യത്തിൽ. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. ലീഗിലെ എല്ലാ ടീമുകളും ഒരു മത്സരം പൂർത്തിയാക്കിയപ്പോൾ കൊൽക്കത്തയുടെ നായകൻ അജിൻക്യ രഹാനെയും ലക്നൌ താരം ഷാർദൂൽ ഠാക്കൂറുമാണ് മുൻവിധികളെ കാറ്റിൽ പറത്തിയവരിൽ മുൻനിരയിൽ. സൗദിയിൽ നടന്ന താരലേലത്തിൽ അജിൻക്യ രഹാന എന്ന താരത്തിന്റെ പേര് ആദ്യം പതിഞ്ഞത് വിറ്റുപോകാത്ത താരങ്ങളുടെ കൂട്ടത്തിലാണ്. ലേലത്തിന്റെ ആദ്യ ദിനം 1.5 കോടി എന്ന അടിസ്ഥാന വിലയിൽ രഹാനെ വന്നപ്പോൾ ഒരു ടീമും താരത്തെ വാങ്ങിയിരുന്നില്ല. ഒടുവിൽ രണ്ടാം ദിനം ലേലം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപായി ഒരവസരം കൂടി വന്നപ്പോഴാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രഹാനെയെ അടിസ്ഥാന വിലയ്ക്ക് സ്വന്തമാക്കിയത്. പ്ലേയിങ് 11-ൽ എവിടെ ഇടം ലഭിക്കുമെന്നായിരുന്നു അതിനു പിന്നാലെ വന്ന ചോദ്യങ്ങൾ. ഉത്തരം വന്നത് ഈ മാസം ആദ്യം ഈ സീസണിലെ ക്യാപ്റ്റനായി രഹാനെയെ കൊൽക്കത്ത പ്രഖ്യാപിച്ചപ്പോഴാണ്. നിലവിലെ ജേതാക്കളുടെ നായകനായി പിന്നാലെ 36-കാരൻ ബാറ്റ് കൊണ്ട് മറുപടിയും നൽകി. ആദ്യ മത്സരത്തിൽ ബംഗളൂരുവിനെതിരെ മോശം തുടക്കം നേരിട്ട ടീമിനെ താങ്ങി നിർത്തിയ കിടിലൻ അർദ്ധ സെഞ്ചുറിയായിരുന്നു രഹാനെയുടെ മറുപടി. 31 പന്തിൽ 4 സിക്സറുകളടക്കം 56 റൺസ്. 10.75 കോടി എന്ന മോഹവിലയ്ക്ക് 2022-ൽ വിറ്റുപോയ ഷാർദൂൽ ഠാക്കൂർ 2 കോടി അടിസ്ഥാന വിലയുമായാണ് ഇത്തവണത്തെ താരലേലത്തിനെത്തിയത്. ഇന്ത്യൻ പേസർമാർക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടായിട്ടും പക്ഷേ പന്തും ബാറ്റും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഷാർദൂലിനെ വാങ്ങാൻ താരലേലത്തിൽ ആളുണ്ടായിരുന്നില്ല. ഒടുവിൽ പരിക്കേറ്റ പേസർ മൊഹസിൻ ഖാനു പകരം ലക്നൌ സൂപ്പർ ജെയിൻസിൽ ഠാക്കൂറിന് അവസരം ലഭിച്ചു. മുംബൈക്കായി ആഭ്യന്തര ക്രിക്കറ്റിൽ തകർത്തു കളിച്ച താരം ഇംഗ്ലണ്ടിൽ കൗണ്ടി ക്രിക്കറ്റ് കളിക്കാൻ പോകാനിരിക്കുമ്പോഴാണ് പകരക്കാരന്റെ റോളിൽ IPLലേക്ക് ടിക്കറ്റ് കിട്ടിയത്. ആദ്യ മത്സരത്തിൽ ബാറ്റിംഗ് റണ്ണൌട്ടിൽ കലാശിച്ചെങ്കിലും പന്തെടുത്ത ഷാർദൂൽ തന്റെ പ്രകടനം കൊണ്ട് കിടുക്കി. ആദ്യ ഓവറിൽ തന്നെ ജേക്ക് ഫ്രേസർ മക്ഗുർക്ക് എന്ന തീപ്പൊരി ബാറ്ററെയും യുവതാരം അഭിഷേക് പോറലിനെയും മടക്കിയ ഷാർദൂലിന്റെ ഇരട്ട പ്രഹരത്തിൽ ഡൽഹി വിരണ്ടുപോയി. ശരിക്കും ഇവർ മാത്രമല്ല, ഇവരെ കൂടാതെ ടീമുകൾ നിലനിർത്താതെ കൈവിട്ട അശുതോഷ് ശർമ്മയും ശ്രേയസ് അയ്യരും ഫിൽ സോൾട്ടുമെല്ലാം കളത്തിൽ നിന്നും മറുപടി പറയുന്ന തിരക്കിലാണ്. അതെ, IPL ഇനിയും വെടിക്കെട്ട് പ്രകടനങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ.